ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ തൊലി കളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ തിളച്ച വെള്ളം ഒഴിച്ച് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് വെക്കാം. അതിനുശേഷം ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് അരിപ്പുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്കുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ അരിപ്പുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്കുള്ള എക്സ്ട്രാ വെള്ളമൊക്കെ നമുക്കൊന്ന് മാറ്റാം. അതിനുശേഷം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാനൊരു പാത്രം എടുത്ത് അതിൽ ഓയിൽ ഒഴിച്ച് ചൂടായതിലേക്ക് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോൾ നമുക്കിതൊന്ന് ഓയിലിൽ നിന്ന് കോരാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ ചേർക്കുന്നത് കോൺഫ്ലവർ പൊടിയാണ്. കോൺഫ്ലവർ പൊടി ചേർത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമുക്ക് കുറച്ച് കോൺഫ്ലവർ പൊടിയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഞാനൊരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ നമ്മുടെ ഫ്രീസറിലാണ് വെക്കുന്നത്. ഒരു 30 മിനിറ്റ് നമുക്ക് വെക്കാം. അതിനുശേഷം ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ നമുക്കൊരു കവറിലോ നമുക്കിതൊന്ന് മാറ്റാം. നമുക്കിത് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്താൽ മാത്രം മതിയാവും. നല്ല ക്രിസ്പി ആയി കിട്ടും. ഇനി ഇത് നമുക്കൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനൊരു പാത്രം വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ചൂടുള്ള ഓയിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് കോരാം. നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.